ഹലോ വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ. ഞാൻ പ്രസീത. ഇന്ന് ചെയ്യാൻ പോകുന്ന ചില്ലി ഗോപിയാണ്. വളരെ എളുപ്പത്തിൽ കുറച്ച് സാധനങ്ങൾ വെച്ച് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് റെസിപ്പി ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ കോളിഫ്ലവറിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒരു പാത്രത്തിലെടുത്തിട്ട് ഈ ഇതളുകളാക്കിയ കോളിഫ്ലവർ ഇട്ടിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഈ വെള്ളം തിളക്കുന്നിടം വരെ അതിൻ്റെ അകത്തിടണം. കുറച്ച് കുക്കാവുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ പച്ച ചുവയായിരിക്കും. കോളിഫ്ലവർ മുക്കി ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മൈദയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കട്ടിയുള്ളൊരു ബാറ്റർ തയ്യാറാക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് ഊറ്റി മാറ്റി വെച്ചേക്കുന്ന കോളിഫ്ലവർ ഓരോന്നായിട്ട് ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാ കോളിഫ്ലവറും കൂടി ഈ ബാറ്ററിൽ മിക്സ് ചെയ്ത് വറുക്കരുത്. അപ്പോൾ എല്ലായിടത്തും ബാറ്റർ ആവില്ല. കുറച്ച് കുറച്ചായിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് വറുത്ത് കോരി മാറ്റി വെക്കാം. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാൻ എടുക്കുക. അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഓയിൽ എടുത്താലും മതി. അതിലേക്ക് ജിഞ്ചർ, ഗാർലിക്, പച്ചമുളക് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഞാൻ വളരെ കുറച്ച് എമൗണ്ട് എടുക്കുന്നതുകൊണ്ടാണ് ഇത്ര എടുത്തത്. കൂടുതൽ എടുക്കേണ്ടവർക്ക് കൂടുതൽ എടുക്കുക. പിന്നെ ഒരു പകുതി സവോള ക്യൂബായിട്ട് അരിഞ്ഞതിടണം. വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ക്യാപ്സിക്കം ഇടാം. എന്നിട്ട് അതിലേക്ക് ചില്ലി സോസ്, സോയാ സോസ്, ടൊമാറ്റോ സോസ് ചേർക്കുക. ടൊമാറ്റോ സോസും ചില്ലി സോസ് സെയിം അളവായിരിക്കണം. അതിൻ്റെ പകുതി ആയിരിക്കണം സോയാ സോസ്. ഞാനിവിടെ ഗ്രീൻ ചില്ലി സോസാണ് എടുത്തേക്കുന്നത്. റെഡും എടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് കോൺഫ്ലവറും വെള്ളവും കൂടി മിക്സ് ചെയ്തൊരു ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് കുറുകി വരും. ആ സമയത്ത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മളിതിനൊന്ന് ലൂസാക്കി എടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ തീ ഓഫാക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതൊന്ന് മിക്സാക്കി ആ സോസെല്ലാം ഒന്ന് അതിൽ കോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ മല്ലിയില ചേർത്ത് മാറ്റി വെക്കുക. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമുക്കൊരു റീക്യാപ്പ് നോക്കാം. വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ചില്ലി ഗോബി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ശരിക്കുള്ള ചില്ലി ഗോബിയുടെ റെസിപ്പി ഞാൻ വേറൊരു എപ്പിസോഡ് ഇടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്